ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിമർശനം. ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ ഒഴിയണം. ജനപ്രതിനിധികൾക്ക് തിരക്ക് കാരണം സംഘടന ശ്രദ്ധിക്കാനാകുന്നില്ല. പാലക്കാട് നിന്നുള്ള പ്രതിനിധിയാണ് ആവശ്യമുന്നയിച്ചത്. പ്രായപരിധി 40 ആക്കാനുള്ള സംഘടനാ പ്രമേയത്തിലാണ് എതിർപ്പറിയിച്ചത്. വിവരങ്ങളുമായി ശരത് എസ് ഉണ്ട്. ശരത് എസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടോ ക്യാമ്പിൽ? എന്താണ് സംഭവിക്കുന്നത്? ക്യാമ്പ് എപ്പോഴാണ് അവസാനിക്കുക? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ഇന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പ് അവസാനിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ആലപ്പുഴയിൽ ക്യാമ്പ് തുടരുകയാണ്. ഇന്നലെയായിരുന്നു സംഘടനാ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സംഘടനാ പ്രമേയത്തിൽ പ്രധാനമായും പ്രായപരിധി 40 ആക്കണമെന്നൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിലെ രീതിയൊക്കെ തന്നെ വിമർശിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് അത് കൃത്യമായി നടത്താത്തതുകൊണ്ട് തന്നെ അനർഹർ ഇത്തരത്തിൽ വിവിധ സ്ഥാനങ്ങളിലേക്ക് കയറിക്കൂടിയെന്നടക്കമുള്ള വിമർശനങ്ങളും സംഘടനാ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചതിനു ശേഷം രൂക്ഷ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പ്രായപരിധി 40 ആക്കാനുള്ള നീക്കം പ്രധാനമായും തടയുകയും ചെയ്തു. അതായത് 14 ജില്ലാ കമ്മിറ്റികളാണ് പ്രായപരിധി 40 ആക്കാനുള്ള നീക്കത്തെ തടഞ്ഞിട്ടുള്ളത്. പ്രായപരിധി വർദ്ധിപ്പിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഈ ജില്ലാ കമ്മിറ്റികളടക്കം മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ നിലവിലുള്ള രീതിയിൽ തന്നെ 35 വയസ്സാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രായപരിധി. ആ രീതിയിൽ തുടരാമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തീരുമാനമായി എടുത്തിരിക്കുന്നത്. ഒപ്പം സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനും രൂക്ഷ വിമർശനമുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറഞ്ഞിട്ടല്ല വിമർശനമുള്ളത്. ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ ഒഴിയണം. ജനപ്രതിനിധികൾക്ക് തിരക്ക് കാരണം സംഘടന ശ്രദ്ധിക്കാനാകുന്നില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നുള്ള MLA ആണ്. ആ രീതിയിൽ പാലക്കാട് മണ്ഡലത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു വിമർശനം കൂടി ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അതേപോലെ തന്നെ രാഹുൽ MLA ആയ ശേഷം സംഘടനയിൽ അടക്കം ശ്രദ്ധിക്കുന്നതിലുള്ള പരാതികളും ഈ കമ്മിറ്റികൾക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ക്യാപ്റ്റൻ മേജർ വിളികൾക്കും വിമർശനമുണ്ട്. ക്യാപ്റ്റൻ മേജർ വിളികൾ നാണക്കേടായി, നേതാക്കൾ അപഹാസ്യരാകരുതെന്നും ഇത്തരത്തിൽ പ്രമേയ ചർച്ചയിൽ പ്രതിനിധികൾ പറയുകയുണ്ടായി. ക്യാപ്റ്റനും മേജറും ഒക്കെ സൈന്യത്തിൽ നിലവിലെ ചർച്ചകൾ കോൺഗ്രസിന് നാണക്കേടാണെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഈ യൂത്ത് കോൺഗ്രസ് സംഘടനാ പ്രമേയ ചർച്ചയ്ക്ക് ശേഷമുള്ള പ്രതിനിധി ചർച്ചയിൽ ആ രീതിയിലുള്ള വിമർശനം കൂടി വരുന്നുണ്ട്. അങ്ങനെ നിലവിലുള്ള സാഹചര്യത്തിൽ കൂടി ക്യാപ്റ്റൻ മേജർ ചർച്ചയിലടക്കമുള്ള വിമർശനം കൂടി യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്നു. ഒപ്പം നേതൃത്വത്തിനും വിമർശനമുണ്ട്. ഒപ്പം സംഘടനയിൽ പുതിയ ഭാരവാഹികളെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അടക്കമുള്ള നീക്കങ്ങൾക്കും അതിനും വിമർശനമുണ്ട്. പുതിയ ഭാരവാഹികളെ കൊണ്ടുവരേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലുള്ള എണ്ണസംഖ്യയിൽ വർദ്ധിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കം കൂടി തടയുന്നതായിരുന്നു നിലവിലുള്ള സംഘടനാ പ്രമേയത്തിന് ശേഷമുള്ള ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള പ്രധാന കാര്യം. ഓക്കെ, ചുരുക്കത്തിൽ ക്രിയാത്മകവും എന്നാൽ അതേസമയം വിമർശനാത്മകവുമായി തന്നെയുള്ള സംഘടനാ പരിപാടികളാണ് അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വിമർശനമുണ്ടാവുന്നുണ്ട്, തെറ്റുകൾ തിരുത്തണം എന്ന് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനോടടുക്കം സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലേ? തീർച്ചയായും പ്രധാനമായും ഈ സംസ്ഥാന പഠന ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോട്ടായുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചായിരുന്നു സംസ്ഥാന പഠന ക്യാമ്പ് ലക്ഷ്യം വെച്ചത്. ഒപ്പം സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ വിഷയങ്ങളിൽ പ്രതിനിധികൾക്കൊപ്പം അക്കാര്യത്തിലൊക്കെ തന്നെ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ അത്തരം കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ച് തന്നെയായിരുന്നു ഈ സംസ്ഥാന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ നേതാക്കൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ പ്രധാനമായും ആര്യാണു ഷൌക്കത്ത് അടക്കമുള്ള അതേപോലെ ശ്രേയം കുമാർ അടക്കമുള്ള അത്തരം ആളുകൾ കൂടി ഈ പരിപാടിയിലേക്ക് എത്തി. അങ്ങനെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ കൂടി ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് പ്രതിനിധികളുടെ ഇത്തരം കാര്യങ്ങളുടെ നിലപാടുകൾ തന്നെ ശക്തിപ്പെടുത്തുകയാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ശരത്താണ് നമുക്കൊപ്പം ചേർത്തത്. ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരണമുണ്ടായത്, വിമർശനമുണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്.